ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഈ രാവിലെ കഷ്ടപ്പെട്ട് എണീറ്റ് നിൽക്കുന്ന മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മോർണിംഗ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു 7 മണിയാകുമ്പോൾ സ്റ്റാർട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ്. ആദ്യം ഇവിടെ വന്നിട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഏരിയ അല്ലായിരുന്നു കിട്ടിയത്. പിന്നെ ഇവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററാണ് കേട്ടോ പറഞ്ഞത്. അതും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏരിയ അല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനും അത് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എല്ലാവരും ഉണ്ടല്ലോ, ആ ഒരു മൈൻഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ നഴ്സിംഗ് ഓഫീസിൽ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് ഇവിടുത്തെ NICയിലേക്ക് ഒരു സ്റ്റാഫിനെ വേണമെന്ന്. അപ്പോൾ ആര് വരുമെന്ന് അവരാദ്യം ചോദിച്ചു. അപ്പോൾ ആരും തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പം അവർ തന്നെ പറഞ്ഞു എങ്കിൽ അവർ തന്നെ ഒരാളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തോളാം. അപ്പം എനിക്ക് നല്ല ടെൻഷനായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി എൻ്റെ പേരെങ്ങാനും പറഞ്ഞ് തന്നേ ഉള്ളൂ, പിന്നെ ഇവിടുത്തെ നിയോണേറ്റലിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു ടെൻഷനായിരുന്നു. അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ അവർ വന്ന് പറഞ്ഞതും എൻ്റെ പേര് തന്നെയായിരുന്നു കേട്ടോ. അപ്പം എനിക്കാദ്യം നല്ല സങ്കടമൊക്കെ വന്നു. കാരണം എനിക്കറിയത്തില്ല അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇനി പഠിച്ച് വരുമ്പോൾ സമയമെടുക്കും. അപ്പം പിന്നെ തന്നെ ഉള്ളൂ, ആ ഒരു ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പം സങ്കടം ഉണ്ടെങ്കിലും ഞാനങ്ങനെ വെളിയിലൊന്നും കാണിച്ചില്ല. പിന്നെ എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ എന്നാണല്ലോ. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ഡ്യൂട്ടിക്ക് പോയി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പം ഓരോന്നൊക്കെ പഠിച്ച് വരുമ്പം എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയി കേട്ടോ. അപ്പം ഇതുവരെ കണ്ട പോലത്തെ കേസും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ കാണുന്നത്. പുതിയ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പം അതൊക്കെ ഓർക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പം പുതിയ കാര്യങ്ങൾ കുറച്ച് പഠിക്കാനും ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.